അതിനകത്ത് നന്ദി പറയാനുള്ളത് വടകരയിലെ ജനങ്ങളോടാണ്. എനിക്ക് ആദരവ് പ്രകടിപ്പിക്കാനുള്ളത് അവരുടെ രാഷ്ട്രീയ ബോധത്തോടാണ്. ഇതിപ്പോൾ വർഷം 2 കഴിഞ്ഞു, 2 അന്വേഷണ സംഘങ്ങൾ വരേണ്ടി വന്നു, അതുപോലെ തന്നെ ഒരു ഭരണകൂടം തന്നെ മാറേണ്ടി വന്നു, പോലീസ് നിഷ്പക്ഷമായി ഇടപെടേണ്ടി വന്നു, ഇടയ്ക്ക് കോടതി പോലീസിൻ്റെ ചെവി പിടിക്കേണ്ടി വന്നു. ഇതിനൊന്നും കാത്തു നിൽക്കാതെ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കപ്പെട്ട് തൊട്ടടുത്ത ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ രാവിലെ 7 മണി മുതൽ അവിടെ ക്യൂ നിന്ന് ഈ കള്ളത്തെ തെരഞ്ഞെടുപ്പിലൂടെ വലിയ വോട്ടിന് പരാജയപ്പെടുത്തിയ വടകരയിലെ രാഷ്ട്രീയ പ്രബുദ്ധത, ജനതയുടെ രാഷ്ട്രീയ പ്രബുദ്ധത, അതിൽ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നവർ പോലും ഞങ്ങൾക്കന്ന് രേഖപ്പെടുത്തിയ വോട്ടുകൾ. അപ്പോൾ ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഇതൊരു അവാസ്തവമായ കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ വോട്ട് രേഖപ്പെടുത്തിയ വടകരയിലെ ജനത. അതിനുശേഷം നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇത്തരം ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള തിരിച്ചടി അതിശക്തമായി തുടർന്ന വടകരയിലെ ജനത. അതിൻ്റെ ശേഷം നിങ്ങൾക്കറിയാം ചരിത്രമുണ്ടായത് പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഇത്തരം ശ്രമങ്ങൾ തുടർന്നപ്പോൾ പേരാമ്പ്രയിലും നാദാപുരത്തും വടകരയിലും കുറ്റ്യാടിയിലും കൊയിലാണ്ടിയിലും 5 ഇടങ്ങളിലും ഇത്തരം ശ്രമങ്ങൾക്കെതിരെ വിധി എഴുതിയ വടകരയിലെ ജനത, കോഴിക്കോട്ടെ ജനത, കേരളത്തിൽ ഇത് തിരിച്ചറിഞ്ഞ ജനത. അപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കാണ് ആദരവും നന്ദിയും ആദ്യമായിട്ട് അറിയിക്കുന്നത്. പിന്നെ ഇത്തരം ഒരു സത്യാവസ്ഥ നിയമപരമായി പുറത്തു കൊണ്ടുവരാൻ മുൻകൈയെടുത്ത, നിഷ്പക്ഷമായി ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായ പോലീസിനോടും ഞാൻ നാടിൻ്റെ ജനതയ്ക്ക് വേണ്ടി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ പാറക്കൽ അബ്ദുള്ള, അദ്ദേഹം വളരെ കൃത്യമായി ഈ കേസിനെ ഫോളോ അപ്പ് ചെയ്ത ഒരാളാണ്. നിയമ പോരാട്ടം ഇതിനുവേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും നിശിതമായി വിമർശിക്കപ്പെടുമ്പോഴും ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് നിർബന്ധമായും ഈ നാടിനോട് ചെയ്യേണ്ട ഒരു നീതിയാണെന്നുള്ള തിരിച്ചറിവിൽ ആ നിയമ പോരാട്ടത്തിന് ഇനീഷ്യേറ്റീവ് എടുത്ത ആളാണ് ശ്രീ പാറക്കൽ അബ്ദുള്ള. ആ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആരും തകർന്നു പോകുമായിരുന്നൊരു നിമിഷത്തിൽ തൻ്റെ സത്യസന്ധത കൈമുതലാക്കി ആ ഫോണും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ കാണിച്ച അയാളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ഇതൊക്കെ ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞങ്ങളിത് തുടക്കത്തിലേ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവർ CPM ഒരാളെ കൊന്നാലോ, CPM എവിടെയെങ്കിലും ബോംബ് ഉണ്ടാക്കിയാലോ, ബോംബ് നിർമ്മാണത്തിനിടക്ക് ആൾ മരിച്ചാലോ, ബോംബ് എറിഞ്ഞ ആളുകൾ കൊല്ലപ്പെട്ടാലോ, ബോംബ് ആക്രമണം നടത്തിയാലോ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലോ, കമൻ്റ് ഇട്ടാലോ ഒന്നും അവരുടെ പാർട്ടിക്ക് പങ്കില്ല, നേതൃത്വത്തിൻ്റെ അറിവോടെ അല്ല, അവർക്ക് ആർക്കും പങ്കില്ല. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം, UDFൻ്റെ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ എവിടുന്നേലും ഒരു കമൻ്റ് ഇട്ടാൽ അതിന് സോണിയാഗാന്ധി വരെ മറുപടി പറയണം. ഇതായിരുന്നു ഇവരുടെ ആറ്റിറ്റ്യൂഡ്. എന്നിട്ടും ഇത്തരം കള്ളത്തരങ്ങളെ മുഴുവനായിട്ട് അവരുടെ ലീഡർഷിപ്പ് ഓൺ ചെയ്തു എന്നുള്ളതാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയാക്കാൻ അന്നത്തെ LDFൻ്റെ സ്ഥാനാർത്ഥി തൊട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം വരെ പ്രതികരിച്ചിരുന്ന LDFൻ്റെ കൺവീനർ വരെയുള്ള മുഴുവൻ ആളുകളും, പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, DYFI നേതാക്കന്മാർ, അവരുടെ റാങ്ക് ആൻഡ് ഫയലും മുഴുവൻ ഈ കള്ളത്തിൻ്റെ പുറകെ ഓടുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു കമൻറ്റിൻ്റെ പുറത്ത് ഉത്തരവാദിത്വം UDFൻ്റെ ആളുകളുടെയോ സ്ഥാനാർത്ഥിയുടെയോ തലയിൽ കെട്ടിവെക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ പോലെയല്ല. അവർ തന്നെ ഉണ്ടാക്കിയ ഒരു വ്യാജ നിർമ്മിതി, എന്നിട്ട് അവർ തന്നെ അതിൽ മറ്റുള്ളവരുടെ പേരിൽ വലിയ രോഷം കൊള്ളുക, എന്നിട്ട് വലിയ വർഗീയ വിരുദ്ധ പ്രചാരകരായി മാറുക, എന്തൊരു വർഗീയതയാണ്ടോ എന്നൊക്കെ എൻ്റെയൊക്കെ പേര് പറഞ്ഞ് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക, തെരഞ്ഞെടുപ്പിൽ അത് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഈ പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അത് ഞങ്ങളല്ല എന്ന് പറഞ്ഞൊഴിയുകയും ചെയ്യും. ആ ശ്രമത്തിനാണിപ്പോൾ നിയമപരമായ ഒരു തിരിച്ചടി കൂടെ നേരിട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇത് അവസാനിച്ചു എന്നോ അവസാനിക്കണമെന്നോ അല്ല, അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോട്ടെ. ഇത് സൃഷ്ടിച്ചവരെ കൂടെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ കാലതാമസം ആ സൃഷ്ടാവിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ തടസ്സമായി മാറണമെന്നാണ് പിണറായി വിജയൻ്റെ പോലീസും ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന ഒരു പണിയെ 2 കൊല്ലം ഇവർ നീട്ടിക്കൊണ്ടുപോയത് എന്തിൻ്റെ പേരിലായിരുന്നു? ഏതെങ്കിലും ഒരു UDF പ്രവർത്തകൻ അതിനകത്ത് പങ്കുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു UDF അനുഭാവിക്ക് പോലും അതിനകത്ത് പങ്കുണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഒരു നടപടി എടുക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ പിന്നിൽ അവരാണെന്നുള്ള കൃത്യമായ ബോധ്യം അവരുടെ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കിട്ടി. റിബേഷ് എന്ന് പറയുന്ന DYFI നേതാവിൽ ചെന്ന് അന്വേഷണം തട്ടി നിന്നു എന്ന ഒരു വാദം പറഞ്ഞിട്ട് കേസിനെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പുറകിലെ കാരണം കൃത്യമാണ്. കാരണം ഇത് താഴെ തട്ടിൽ ആരുടെയെങ്കിലും തലയിൽ വിരിഞ്ഞൊരു ബുദ്ധിയല്ല,
ഇതിന് പാർട്ടിയുടെ ഉന്നത നേതൃത്വവും അന്നത്തെ ഭരണ നേതൃത്വത്തിൻ്റെയും അറിവോടെ ഈ വടകരയുടെ മണ്ണിനെ വിഷം കലക്കാൻ അവർ നടത്തിയ ശ്രമമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വ്യക്തിപരമായി ഒരുപാട് ആക്രമിക്കപ്പെട്ടു ഈ വ്യാജ നിർമ്മിതിയുടെ പേരിൽ. അവർ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനം ഞങ്ങളുടെയൊക്കെ തലയിൽ കെട്ടിവെച്ചിട്ട് ഞങ്ങളെയൊക്കെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കാനുള്ള ഹീനമായ ശ്രമം നടന്നു. ഞാൻ പറയുന്നു, ഇത് വ്യക്തിപരമായ ഒരാളെ തകർക്കാൻ നടത്തിയ ശ്രമമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് ഈ നാടിൻ്റെ ഐക്യത്തെ തകർക്കാൻ അവർ നടത്തിയ ശ്രമമായിരുന്നു. പൊളിറ്റിക്കൽ പോയ്സൺ ഉൾപ്പെടെയുള്ള വാക്കുകളും വാചകങ്ങളൊക്കെ അന്ന് കേൾക്കേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ വടകരയിലെയും കേരളത്തിലെയും ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്, CPM ഒരു കമ്മ്യൂണൽ പോയ്സൺ ആവാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്. വിഷം കലക്കാൻ ശ്രമിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് ഞാൻ പറഞ്ഞത് അവരുടെ ഒരു ക്യാരക്ടറായി മാറുന്നത് നമ്മൾ ഖേദത്തോടെ പറയേണ്ടി വരുന്നു. CPM-ൽ ചിലരുടെ ക്യാരക്ടറായിട്ട് ഇത് മാറുന്നത് നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരിക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇത് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മുമ്പും ഇതുണ്ടായിട്ടുണ്ട്, കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ശേഷവും ഇതുണ്ടാവുന്നു എന്നുള്ളതാണ്. മാഷാ അല്ലാ സ്റ്റിക്കർ വടകരയിലെയും കേരളത്തിലെയും ജനങ്ങൾ മറന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ TP-യെ കൊല്ലാൻ കൊണ്ടുപോയ വാഹനത്തിൽ എന്തിനാണ് മാഷാ അല്ലാ എന്നൊരു സ്റ്റിക്കർ ബോധപൂർവം അതിനുവേണ്ടി ഒട്ടിക്കാൻ CPM-ന്റെ ഗുണ്ടകൾ തീരുമാനിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫസലിനെ കൊന്നതിന്റെ ശേഷമുള്ള തുവാല എന്തിന് അമ്പലത്തിന്റെ മുറ്റത്തേക്ക് എറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉത്തരവുണ്ടോ? അവർ തന്നെ ഉണ്ടാക്കിയ ഒരു കാഫിർ സ്ക്രീൻഷോട്ട്, അതിന്റെ ഉത്തരവാദിത്വം UDF-ന്റെ തലയിൽ കെട്ടിവെച്ച് തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ടയായി അത് മാറ്റാൻ സ്ഥാനാർത്ഥിയും നേതാക്കന്മാരും വരിവരിയായി നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും അതിനെ പിൻപറ്റി അതിനെ പിന്തുടർന്ന് ഒരു തരത്തിലുള്ള ചേരിതിരിവുണ്ടാക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾക്ക് വല്ല ന്യായീകരണമുണ്ടോ? ഇപ്പോൾ എല്ലാം ഒടുവിൽ പേരാമ്പ്രയിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അത്തരത്തിൽ നടത്തിയൊരു ശ്രമങ്ങളെ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതല്ലേ? അപ്പോൾ കേരളത്തിന് ആവർത്തിച്ച് പറയുന്നു, കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഒരു പൊളിറ്റിക്കൽ പോയ്സൺ ആവാൻ ഇവരുടെ നേതാക്കന്മാരിൽ ചിലർ തയ്യാറാവരുതായിരുന്നു. അത്തരം ശ്രമങ്ങളെ മുളയിലെ നുള്ളിക്കളയുന്നതിന് പകരം അത് പരമാവധി ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനും നാടിൻ്റെ ഐക്യത്തെ തകർക്കാനുമാണ് ശ്രമിച്ചത്. അതിന് ഒരു കാരണവശാലും ഇവിടുത്തെ വടകരയിലെ ജനങ്ങൾ അതിന് നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത. അതിന് വലിയ ആദരവ് അതിനോടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് നാടിൻ്റെ ഐക്യത്തിന് നേരെ കമ്മ്യൂണൽ പോയ്സൺ നിറച്ചൊരു ബോംബാണ് ഈ വ്യാജ നിർമ്മിതിയിലൂടെ CPM എറിയാൻ ശ്രമിച്ചത്. അത് പൊതുസമൂഹം ഡിറ്റക്റ്റ് ചെയ്തു. ബോംബ് സ്ക്വാഡായി, ഈ വർഗീയ പോയ്സണിൻ്റെ ബോംബ് സ്ക്വാഡായി വടകരയിലെ പൊതുജനങ്ങൾ മാറി, കേരളത്തിലെ പൊതുജനങ്ങൾ മാറി. അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇനി അതിൻ്റെ നിർമ്മാതാക്കളിലേക്ക് എത്തണം. അത് അന്വേഷണ സംഘത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇപ്പോൾ എടുത്ത കേസിൽ തെളിവ് നശിപ്പിച്ചതിന് ഉൾപ്പെടെ കേസെടുത്തു എന്നാണ് വാർത്തകൾ പറയുന്നത്. അതിൻ്റെ ലീഡ് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതായിരുന്നു കഴിഞ്ഞ അന്വേഷണ സംഘം ആഗ്രഹിച്ചിരുന്നത്. അല്ലെങ്കിൽ അവർ വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ടോ അന്നായിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ടോ ചെയ്യാമായിരുന്ന ഒരു കാര്യത്തെ ഈ 2 കൊല്ലം നീട്ടിക്കൊണ്ടുപോയതിൻ്റെ പിറകിൽ, ഈ വർഗീയ ചേരിതിരിവിനുള്ള ശ്രമങ്ങളുടെ പുറകിൽ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ സംരക്ഷണം, പാർട്ടിയുടെയും സർക്കാരിൻ്റെയും സംരക്ഷണം ഈ പറയുന്ന ചെയ്യുന്ന ആളുകൾക്ക് അവർ കൊടുക്കാൻ ശ്രമിച്ചു.